ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് 3-phase ട്രാൻസ്ഫോമർ ആണ്. നമ്മൾ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ ഓൾറെഡി പഠിച്ചിരുന്നു. സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറിലാവുമ്പോൾ ഒരു പ്രൈമറി വൈൻഡിങ്ങും ഒരു സെക്കൻഡറി വൈൻഡിങ്ങും ഒരു കോമൺ കോറുമേ വൈൻഡ് ചെയ്തിട്ടുള്ളതാണ് സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ നമ്മൾ പഠിച്ചത്. ഒരു സിംഗിൾ 3-phase ട്രാൻസ്ഫോമറിന്റെ കേസിൽ ഒരു കോമൺ കോറിൽ 3 പ്രൈമറി വൈൻഡിങ്സും ഉണ്ടായിരിക്കും, 3 സെക്കൻഡറി വൈൻഡിങ്സും ഉണ്ടായിരിക്കും. അങ്ങനത്തെ ട്രാൻസ്ഫോമറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, 3-phase ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ഈ 3-phase ട്രാൻസ്ഫോമറിന് വേറെ നമുക്ക് 3 സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ ബാങ്ക് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളിവിടെ പഠിക്കുന്നത് 3-phase ട്രാൻസ്ഫോമർ ആണ് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് 3-phase ട്രാൻസ്ഫോമറിന്റെ കൺസ്ട്രക്ഷൻ ആണ്. മെയിൻലി 2 ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ ആണ് 3-phase ട്രാൻസ്ഫോമറിനുള്ളത്. ഒന്ന് കോർ ടൈപ്പ് കൺസ്ട്രക്ഷനും മറ്റൊന്ന് ഷെൽ ടൈപ്പ് കൺസ്ട്രക്ഷനും. കോർ ടൈപ്പ് കൺസ്ട്രക്ഷന്റെ കേസിൽ പിക്ചറിൽ കാണുന്ന പോലെ 3 വെർട്ടിക്കൽ ലിംസ് ആണ് നമുക്ക് ഉണ്ടായിരിക്കുക. ഓരോ ലിംബിൽ കൂടെയും വരുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് അതർ 2 ലിംസിൽ കൂടെയാണ് റിട്ടേൺ ചെയ്യുന്നത്. അപ്പൊ റിട്ടേൺ പാത്ത് എന്ന് പറയുന്നത് ഓരോ ലിംബിന്റെ കേസിലും അതർ 2 ലിംസ് ആണ്. ഓക്കെ, ലൈറ്റർ ആൻഡ് എക്കണോമിക്കൽ ഡിസൈൻ എന്ന് പറയുന്നതാണ് അതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അതേസമയം ഷെൽ ടൈപ്പ് കൺസ്ട്രക്ഷന്റെ കേസിലാണെങ്കിൽ ഷെൽ ടൈപ്പ് കൺസ്ട്രക്ഷനിൽ പിക്ചറിൽ കാണുന്ന പോലെ നമുക്ക് 5 വെർട്ടിക്കൽ ലിംസ് ആണുള്ളത്. 3 സെൻട്രൽ ലിംസ്, 1, 2, 3. ഇത് 3ഉം സെൻട്രൽ ലിംസ് ആണ്. ഈ സെൻട്രൽ ലിംസ് കൂടാതെ നമുക്ക് 2 ഔട്ടർ ലിംസ് ഉണ്ട്. അതായത് 2 ഭാഗത്ത് 2 അറ്റത്തും കാണുന്ന ഔട്ടർ ലിംസ് ഉണ്ട്. ഈ ഔട്ടർ ലിംസ് വഴിയാണ് മാഗ്നറ്റിക് ഫ്ലക്സ് റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ പാത്ത് എന്ന് പറയുന്നത്, റിട്ടേൺ പാത്ത് എന്ന് പറയുന്നത് ഔട്ടർ ലിംസ് ആണ്. ഓക്കെ, ഇങ്ങനെ സെൻട്രൽ ലിംസ് വെച്ച് കഴിഞ്ഞാൽ 3 സെൻട്രൽ ലിംസിലും ഈക്വലി എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്ത് പോവും, സിമെട്രിക്കലി സ്പ്ലിറ്റ് ചെയ്ത് പോവും ഫ്ലക്സ്. അതിനുശേഷം 2 ഔട്ടർ ലിംബിൽ കൂടി റിട്ടേൺ ചെയ്യും. പക്ഷേ കമ്പയർഡ് ടു കോർ ടൈപ്പ് കൺസ്ട്രക്ഷൻ നമുക്ക് ആലോചിച്ചാൽ തന്നെ അറിയാം, 3 സെൻട്രൽ ലിംസും 2 ഔട്ടർ ലിംസും ഉണ്ട്. അപ്പൊ 5 ലെഗ് കോറായി. അപ്പൊ എന്തായി, ഹെവിയറും ആയിരിക്കും, അതുപോലെ തന്നെ കോസ്റ്റ്ലിയർ ആയിരിക്കും കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, 2 കൺസ്ട്രക്ഷനും ഡിസ്കസ് ചെയ്ത സ്ഥിതിക്ക് ഇന്ന് നമുക്ക് 2 കോൺഫിഗറേഷൻസ് നോക്കാം. 3 ഫേസസിനെ എങ്ങനെയൊക്കെയാണ് കണക്ട് ചെയ്യുക എന്നുള്ളത്. മെയിൻ ആയിട്ട് 2 ടൈപ്പ് ഓഫ് കണക്ഷൻസ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ ഈസ് സ്റ്റാർ കണക്ഷൻ ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഡെൽറ്റ കണക്ഷൻ. സ്റ്റാർ കണക്ഷൻ എന്ന് പറയുന്നത് ഓരോ വൈൻഡിങ്ങും, ഇവിടുത്തെ കേസിൽ റെഡ്, യെല്ലോ, ബ്ലൂ, ഈ 3 കളറാണ് എടുത്തിട്ടുള്ളത്. RYB, അതിനെ ABC എന്ന് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടോ, RYB എന്നോ ABC എന്നോ ഒക്കെ നിങ്ങൾക്ക് റെപ്രസെന്റ് ചെയ്യാം. ദർ ഇസ് നോ ഇഷ്യൂ. എല്ലാത്തിന്റെയും എൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഒരുമിച്ച് ഒരു പോയിന്റിൽ എന്ത് ചെയ്യാണ്, മീറ്റ് ചെയ്യുന്നുണ്ട്. ആ മീറ്റ് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, N, ന്യൂട്രൽ. അതിന് ഇങ്ങനെയും നമുക്ക് വരയ്ക്കാം. അതായത് കറണ്ട് IA അല്ലെങ്കിൽ IR ഇതിൽ കൂടെ പാസ് ചെയ്യുന്നു. അതേ കറണ്ട് തന്നെയാണ് ഈ ഫേസ് വൈൻഡിങ്ങിൽ കൂടെ പോകുന്നതും ലൈൻ വൈൻഡിങ് കൂടെ പോകുന്നതും. അതായത് ലൈൻ കറണ്ട് വിൽ ബി ഈക്വൽ ടു ഫേസ് കറണ്ട് ഇൻ സ്റ്റാർ കണക്ഷൻ എന്ന് നമുക്ക് പറയാം. അടുത്തത് ന്യൂട്രൽ പോയിന്റ് ആണ്. ന്യൂട്രൽ പോയിന്റ് N ഇവിടെ വന്നിട്ടുണ്ട്. ന്യൂട്രൽ പോയിന്റിൽ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ IR പ്ലസ് IY പ്ലസ് IB വിൽ ബി ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത്, അപ്പൊ നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞു ലൈൻ കറണ്ടും ഫേസ് കറണ്ടും ഈക്വൽ ആയിരിക്കും. ഇനി വോൾട്ടേജിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ന്യൂട്രലും അതുപോലെ ഒരു ഫേസും തമ്മിലുള്ള വോൾട്ടേജ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഫേസ് വോൾട്ടേജ്. 2 ഫേസസ് തമ്മിൽ നമ്മൾ എടുക്കുന്ന വോൾട്ടേജിനെ പറയുന്ന പേരാണ് ലൈൻ വോൾട്ടേജ്. ഓക്കെ, അപ്പൊ ലൈൻ വോൾട്ടേജും ഫേസ് വോൾട്ടേജും മനസ്സിലായല്ലോ. ഫേസ് വോൾട്ടേജ് എന്ന് പറയുമ്പോൾ ന്യൂട്രലും ആ ഫേസും തമ്മിലുള്ള വോൾട്ടേജും, ലൈൻ വോൾട്ടേജ് എന്ന് പറയുമ്പോൾ 2 ഫേസ് വോൾട്ടേജസിന്റെ ഇടയിൽ വരുന്ന വോൾട്ടേജിനെയാണ് ലൈൻ വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇവിടുത്തെ കേസിൽ, അതായത് സ്റ്റാർ കണക്ഷന്റെ കേസിൽ
ഫേസ് വോൾട്ടേജും ലൈൻ വോൾട്ടേജും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് വി ഫേസ് വോൾട്ടേജ് വിൽ ബി വി എൽ ഡിവൈഡഡ് ബൈ √3 അല്ലെങ്കിൽ വി എൽ ഇസ് ഈക്വൽ ടു √3 വി ഫേസ് എന്ന് പറയാം. ഈ രണ്ട് റിലേഷനും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. സ്റ്റാർ കണക്ഷന്റെ കേസിൽ വരുന്ന വോൾട്ടേജിന്റെ റിലേഷനും അതുപോലെ തന്നെ കറണ്ടിന്റെ റിലേഷനും, ലൈനും ഫേസും. ഓക്കെ, ഇതേ സമയം ഡെൽറ്റ കണക്ഷന്റെ കേസിലാവുമ്പോൾ ഓരോ എൻഡിലേക്കും സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് തൊട്ടടുത്തതിന്റെ എൻഡിങ് പോയിന്റിലേക്കാണ് കണക്ഷൻ വന്നിട്ടുള്ളത് അല്ലെ. കണ്ടില്ലേ, ഇവിടുത്തെ എൻഡിങ്ങിൽ നിന്ന് അടുത്തതിന്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് വന്നിരിക്കുന്നു, ഏറ്റവും ലാസ്റ്റത്തെ എൻഡിങ്ങിൽ നിന്ന് അടുത്തതിന്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് വന്നിരിക്കുന്നു. ഇങ്ങനെയാണ് കണക്ഷൻ വരുന്നത്. അതായത് ഒരു മെഷ് ആണ് നമ്മളിവിടെ ഫോം ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ഡെൽറ്റ കണക്ഷൻ എന്ന് പറയുന്നത്. ഒരു ക്ലോസ്ഡ് ലൂപ്പാണ് നമ്മൾ ഫോം ചെയ്യുന്നത്. 3 വൈൻഡിങ്സും യൂസ് ചെയ്തിട്ട് ഒരു മെഷ് ഫോം ചെയ്യാണ് ചെയ്യണം, അല്ലെങ്കിൽ ക്ലോസ് ലൂപ്പ് ഫോം ചെയ്യാണ് ചെയ്യുന്നത്. ഇതിന്റെ കേസിൽ നമുക്ക് ന്യൂട്രൽ എന്നൊരു പോയിന്റ് ഇല്ല. ഇവിടത്തെ കേസിൽ എന്ന് പറയുമ്പോൾ ലൈൻ വോൾട്ടേജ് വിൽ ബി ഈക്വൽ ടു ഫേസ് വോൾട്ടേജ് ആൻഡ് ലൈൻ current will be equal to √3 times I phase current. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, I phase is equal to IL divided by √3 എന്നും നമുക്ക് എഴുതാം. ഓക്കെ, അപ്പൊ ഇതാണ് രണ്ട് ടൈപ്പ് കോൺഫിഗറേഷൻസ് വരുന്നതും അതിലത്തെ ഫേസ് കറൻസും ഫേസ് വോൾട്ടേജസും ലൈൻ കറൻസും ലൈൻ വോൾട്ടേജസും തമ്മിലുള്ള റിലേഷൻ വരുന്നത്. ഇത് നമ്മൾ ഒന്ന് സമ്മറൈസ് ചെയ്തൊരു ടേബിൾ ആക്കുകയാണെങ്കിൽ ഇങ്ങനെ എഴുതാം. 3 ഫേസ് കണക്ഷന്റെ കേസിൽ കണക്ഷൻ സ്റ്റാർ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ഫേസ് കറണ്ട് വിൽ ബി ഈക്വൽ ടു ലൈൻ കറണ്ട്, ഫേസ് വോൾട്ടേജ് ഈക്വൽ ടു വി ഫേസ് ഇസ് ഈക്വൽ ടു വി എൽ ബൈ √3 ആണെന്ന് പറയാം, അല്ലെങ്കിൽ ലൈൻ വോൾട്ടേജ് വി എൽ ഈക്വൽ ടു √3 ടൈംസ് വി ഫേസ് ആണെന്ന് നമുക്ക് പറയാം. ഡെൽറ്റ കണക്ഷനിലാവുമ്പോൾ ഏതാണ് സെയിം വരുന്നത്, വോൾട്ടേജ് ആണ് സെയിം വരുന്നത്. ഫേസിന്റെയും ലൈനിന്റെയും വോൾട്ടേജ് ആണ് സെയിം വരുന്നത്. അപ്പൊ വി പി ഇസ് ഈക്വൽ ടു വി എൽ എന്നും വി എൽ ഇസ് ഈക്വൽ ടു വി പി എന്നും എഴുതാൻ പറ്റും. ഫേസ് കറണ്ടിന്റെ കേസിലാണ് എന്ത് വരുന്നത്, ഡിവൈഡഡ് ബൈ √3 വരുന്നത്. ഫേസ് കറണ്ട് ഇസ് ഈക്വൽ ടു ഐ എൽ ഡിവൈഡ് ബൈ √3 അല്ലെങ്കിൽ ഐ എൽ ഇസ് ഈക്വൽ ടു √3 ഐ ഫേസ് എന്നുള്ള ഫോമിലാണ് വരുന്നത്. നമുക്ക് 3 ഫേസ് ട്രാൻസ്ഫോമർ കണക്ഷൻസ് നോക്കുകയാണെങ്കിൽ സ്റ്റാർ സ്റ്റാർ പ്രൈമറിയും സെക്കൻഡറിയും സ്റ്റാർ തന്നെയാണ് കണക്ട് ചെയ്തിട്ടുള്ള ചാനലാണ് സ്റ്റാർ സ്റ്റാർ കണക്ഷൻ വരുന്നത്. ഡെൽറ്റ ഡെൽറ്റ കണക്ഷനിൽ പ്രൈമറിയും സെക്കൻഡറിയും ഡെൽറ്റ ആയിരിക്കും. സ്റ്റാർ ഡെൽറ്റ കണക്ഷനിൽ പ്രൈമറി സ്റ്റാറും സെക്കൻഡറി ഡെൽറ്റ ആയിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ഡെൽറ്റ സ്റ്റാറിലാണെങ്കിൽ നേരെ തിരിച്ച് ഡെൽറ്റ ആയിരിക്കും പ്രൈമറി, സ്റ്റാർ ആയിരിക്കും സെക്കൻഡറി കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ഇങ്ങനെ 4 ടൈപ്പ് കണക്ഷൻസ് ആണ് മെയിൻ ആയിട്ട് നമുക്കുള്ളത്. അതിൽ ഓരോന്നിന്റെയും പ്രത്യേകത നമുക്ക് നോക്കാം. സ്റ്റാർ കണക്ഷൻ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിരുന്നു സ്റ്റാർ കണക്ഷൻസിൽ ഐ എൽ ഇസ് ഈക്വൽ ടു ഐ ഫേസ് ആണ്, വൈൽ വി എൽ ഇസ് ഈക്വൽ ടു √3 വി ഫേസ്. അതായത് ഹൈ വോൾട്ടേജ് ആൻഡ് ലോ കറണ്ട് ആപ്ലിക്കേഷൻസിനായിരിക്കും ഇത് കൂടുതലും എക്കണോമിക്കൽ. ഹൈ വോൾട്ടേജ് and low current applications. Star connection is mainly suitable for balanced loads. കാരണം രണ്ടിലും ന്യൂട്രൽ ഉണ്ട്, ആ രണ്ട് ന്യൂട്രലും തമ്മിലും ഇന്റർ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് ബാലൻസ് ലോഡ്സിന്റെ കേസിലാണ് സ്റ്റാർ സ്റ്റാർ കണക്ഷൻ സ്യൂട്ടബിൾ ആയിരിക്കുന്നത്. അൺബാലൻസ് ലോഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് സംഭവിക്കുക, ന്യൂട്രൽ ഷിഫ്റ്റ് സംഭവിക്കും. അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ന്യൂട്രൽ പ്രൈമറിനെ നമ്മൾ ഗ്രൗണ്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, മെയിൻ ആയിട്ട് ഇവിടെ നോക്കി വെക്കേണ്ടത് ഏത് അപ്ലിക്കേഷൻസിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഹൈ വോൾട്ടേജ് ലോ കറണ്ട് അപ്ലിക്കേഷൻസിനാണ്, അതുപോലെ ബാലൻസ് ലോഡ്സിന്റെ കേസിലാണ് യൂസ് ചെയ്യുന്നത്. അടുത്ത കണക്ഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ ഡെൽറ്റ കണക്ഷൻ ആണ്. ഡെൽറ്റ ഡെൽറ്റ കണക്ഷന്റെ കേസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് വി എൽ ഇസ് ഈക്വൽ ടു വി ഫേസ് വൈൽ ഐ എൽ ഇസ് ഈക്വൽ ടു √3 ടൈംസ് ഐ ഫേസ്. അതായത് ഹൈ കറണ്ട് ലോ വോൾട്ടേജ് ആപ്ലിക്കേഷൻസിലാണ് ഡെൽറ്റ ഡെൽറ്റ കണക്ഷൻ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ നോക്കി വെക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് ന്യൂട്രൽ പോയിന്റ് ഇല്ലാത്തത് കൊണ്ട് സിംഗിൾ ഫേസ് ലോഡ്സിന്റെ കേസിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അൺബാലൻസ്ഡ് ലോഡ്സിന്റെ കേസിൽ ന്യൂട്രൽ ഷിഫ്റ്റ് ഇല്ലാത്തത് കൊണ്ട് ഇറ്റ് വർക്ക്സ് വെൽ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റാർ ഡെൽറ്റ കണക്ഷൻ ആണ്. സ്റ്റാർ ഡെൽറ്റ കണക്ഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇറ്റ് ഈസ് ടിപ്പിക്കലി യൂസ്ഡ് അറ്റ് ദ റിസീവിങ് അല്ലെങ്കിൽ സബ്സ്റ്റേഷൻ എൻഡ് ഓഫ് ട്രാൻസ്മിഷൻ ലൈനിലാണ് യൂസ് ചെയ്യുന്നത്. എവിടെയാണ് ഇത് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് പഠിച്ചു വെക്കുക. റിസീവിങ് എൻഡ് ഓഫ് ട്രാൻസ്മിഷൻ ലൈൻസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സ്റ്റെപ്പ് ഡൗൺ കോൺഫിഗറേഷൻ ആണ് വരുന്നത്. ഇപ്പൊ പ്രൈമറി സൈഡ് സ്റ്റാർ ആണ് വരുന്നത്. അതിന് ഫ്യൂവർ ടേൺസും കോസ്റ്റ് എഫക്റ്റീവ് ഇൻസുലേഷനും ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കി വെക്കുക. ഗ്രൗണ്ടഡ് ന്യൂട്രൽ ഇവിടെ ആവശ്യമായിട്ട് വരും. ഫേസ് ഷിഫ്റ്റ് ഉണ്ട് 30 ഡിഗ്രി. പ്രൈമറിയും സെക്കൻഡറി വോൾട്ടേജും തമ്മിലുള്ള ഫേസ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് 30 ഡിഗ്രി ആണ്. അടുത്തത് ഡെൽറ്റ സ്റ്റാർ കണക്ഷൻ ആണ്. ഡെൽറ്റ സ്റ്റാർ കണക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയാണ്? സെൻഡിങ് അല്ലെങ്കിൽ ജനറേഷൻ എൻഡ് ടു സ്റ്റെപ്പ് അപ്പ് വോൾട്ടേജസിനാണ് നമ്മൾ കോമൺ ആയിട്ട് ഡെൽറ്റ സ്റ്റാർ കണക്ഷൻ യൂസ് ചെയ്യുന്നത്. ഇവിടെയും ഫേസ് ഷിഫ്റ്റ് 30 ഡിഗ്രി വരുന്നുണ്ട് ബിറ്റ്വീൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി ലൈൻ വോൾട്ടേജസ് തമ്മിൽ. ഇത്രയാണ് മെയിൻ ആയിട്ട് ഈ കണക്ഷൻസിന്റെ കേസിൽ ഓർത്ത് വെക്കേണ്ട പോയിന്റ്സ്. ഇനി നമ്മുടെ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത് പവർ ട്രാൻസ്ഫോമറും ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറും തമ്മിലുള്ള കമ്പാരിസൺ ആണ്. നമുക്ക് ഓരോ പെർസ്പെക്റ്റീവിലും, അതായത് ഓരോ ഫീച്ചേഴ്സിന്റെ കേസിലുള്ള കമ്പാരിസൺ നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫങ്ഷൻ ആൻഡ് പർപ്പസ് നോക്കുകയാണെങ്കിൽ, പവർ ട്രാൻസ്ഫോമർ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത് ട്രാൻസ്മിഷൻ നെറ്റ്വർക്കിലെ വോൾട്ടേജ് ലെവൽസിനെ സ്റ്റെപ്പ് അപ്പ് ചെയ്യാനോ സ്റ്റെപ്പ് ഡൗൺ ചെയ്യാനോ ആണ്. മെയിൻ ആയിട്ട് ജനറേറ്റിംഗ് സ്റ്റേഷൻസ് അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ സബ്സ്റ്റേഷൻസിലാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. എവിടെയാണ് ലൊക്കേഷൻ വരുന്നതെന്ന് ചോദിച്ചാൽ ജനറേറ്റിംഗ് സ്റ്റേഷൻ അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ സബ്സ്റ്റേഷൻസിലാണ് പവർ ട്രാൻസ്ഫോമറിന്റെ പൊസിഷൻ വരുന്നത്. അതേസമയം ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് എന്താണ്? എൻ കസ്റ്റമേഴ്സിന് വോൾട്ടേജ് റെഡ്യൂസ് ചെയ്ത് യൂസബിൾ ലെവൽസിലേക്ക് ആക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി ലൊക്കേറ്റഡ് നിയർ റെസിഡൻഷ്യൽ ഓർ കൊമേഴ്ഷ്യൽ ബിൽഡിങ്സ്. അത് ആ രണ്ടുമാണല്ലോ എൻഡ് കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്തായിരിക്കും എന്തുണ്ടാവുക? ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ ഉണ്ടായിരിക്കുക. പവർ ട്രാൻസ്ഫോമർ ജനറേറ്റിംഗ് സ്റ്റേഷൻസിന്റെ അടുത്താണെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ എൻഡ് കൺസ്യൂമേഴ്സിന്റെ അടുത്താണ് വരുന്നത്. നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് വോൾട്ടേജ് ലെവലാണ്. വോൾട്ടേജ് ലെവൽ നോക്കുകയാണെങ്കിൽ പവർ ട്രാൻസ്ഫോമർ വെരി ഹൈ വോൾട്ടേജസിൽ ഓപ്പറേറ്റ് ചെയ്യും. ജനറലി പറയുകയാണെങ്കിൽ എബവ് 33 kV തൊട്ട് 400 kV വോൾട്ടേജ് വരെ, അല്ലെങ്കിൽ അതിൽ കൂടുതലും റേറ്റിംഗ് വരുന്നുണ്ട് പവർ ട്രാൻസ്ഫോമേഴ്സിന്റെ കേസിൽ. അതേസമയം ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ്? എൻഡ് യൂസേഴ്സിന്റെ അടുത്താണ് വെക്കുന്നത്. അതായത് ഇറ്റ് ഓപ്പറേറ്റ്സ് അറ്റ് ലോ വോൾട്ടേജ്, യൂഷ്വലി 33 കിലോ വോൾട്ടും അതിന് താഴെ വരുന്നതും മെയിൻലി 11 kV 400 വോൾട്ട്, അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഡൊമസ്റ്റിക് പർപ്പസിന് യൂസ് ചെയ്യുന്ന 230 വോൾട്ട് എന്നൊക്കെ പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ യൂസ് ചെയ്തിട്ടാണ്. നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ലോഡ് ഹാൻഡ്ലിംഗ് ആണ്. ലോഡ് ഹാൻഡ്ലിങ്ങിന്റെ കേസിൽ പറഞ്ഞു കഴിഞ്ഞാൽ പവർ ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറയുന്നത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് എപ്പോഴും ഫുൾ ലോഡിൽ കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം അത് ജനറേറ്റിംഗ് സ്റ്റേഷൻസുമായിട്ടാണ് കണക്റ്റഡ് എന്ന് പറഞ്ഞു. കണ്ടിന്യൂസ്ലി ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എനർജി. അതുകൊണ്ട് ഫുൾ ലോഡിൽ കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്യുന്ന തരത്തിലാണ് പവർ ട്രാൻസ്ഫോമേഴ്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക. അതേസമയം ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സ് ആണെങ്കിൽ വേരിയിങ് ലോഡ് കണ്ടീഷൻസിലായിരിക്കും. ചില സമയത്ത് കൺസ്യൂമറിന്റെ യൂസേജ് പാറ്റേൺ അനുസരിച്ച് കൂടിയും കുറഞ്ഞും ഒക്കെ ചേഞ്ച് വന്ന് ഇരിക്കാം. ഡിമാൻഡ് അനുസരിച്ച് ചേഞ്ച് വന്നുകൊണ്ടിരിക്കാം. ഓക്കെ, പവർ ട്രാൻസ്ഫോമറിന്റെ റേറ്റിംഗ് പറയുകയാണെങ്കിൽ മെഗാവോൾട്ട് ആംബിയേഴ്സ് MVAയിലാണ് റേറ്റിംഗ് സാധാരണ വരിക. കാരണം ലാർജ് എമൗണ്ട് ഓഫ് പവർ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സ് ആണെങ്കിൽ KVAയിലാണ് റേറ്റഡ്. അടുത്ത ഫീച്ചർ എഫിഷ്യൻസി നോക്കുകയാണെങ്കിൽ പവർ ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറയുന്നത് മാക്സിമം എഫിഷ്യൻസി ഫുൾ ലോഡിലാണ് തരുന്നത്. അതേസമയം ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സിന്റെ കേസിൽ 50 to 70% ലോഡ് ആവുന്ന സമയത്ത് മാക്സിമം എഫിഷ്യൻസി പ്രൊവൈഡ് ചെയ്യുന്ന തരത്തിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക. ആ പോയിന്റ് ഓർത്ത് വെക്കണം. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് കോർ ലോസും കോപ്പർ ലോസ് ആണ്. പവർ ട്രാൻസ്ഫോമറിന്റെ കേസിൽ കോപ്പർ ലോസ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. വൈൽ ഫോർ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ കോർ ലോസ് ആണ് മോർ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ,
സൈസ് ആൻഡ് ഡിസൈൻ പറയുകയാണെങ്കിൽ നമുക്ക് ആലോചിച്ചാൽ തന്നെ അറിയാവുന്നതേ ഉള്ളൂ, റേറ്റിംഗ് കൂടുതലായതുകൊണ്ട് തന്നെ പവർ ട്രാൻസ്ഫോമർ ലാർജറും ഹെവിയറും ആയിരിക്കും, കൂടുതൽ സ്പേസ് ആവശ്യമുണ്ടായിരിക്കും. ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സ് നോക്കുകയാണെങ്കിൽ ലൈറ്റർ ആൻഡ് കോമ്പാക്റ്റ് ആയിരിക്കും, അതുകൊണ്ട് തന്നെ പോൾസിലും പാഡ്സിലൊക്കെയാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് എൻക്ലോഷേഴ്സിലൊക്കെ. കൂളിംഗ് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നത് കമ്പയർ ചെയ്യുകയാണെങ്കിൽ പവർ ട്രാൻസ്ഫോമേഴ്സിന്റെ കേസിൽ നമ്മൾ ഓയിൽ ഇമേഴ്സ്ഡ് കൂളിംഗ് വിത്ത് റേഡിയേറ്റേഴ്സ്, ഫോഴ്സ്ഡ് എയർ ഓർ ഈവൻ വാട്ടർ കൂളിംഗ് വരെ സം കേസസിൽ യൂസ് ചെയ്യേണ്ടി വരും, കാരണം ലാർജ് സൈസും ആണ്, ഹൈ പവർ ഹാൻഡ്ലിംഗ് കാപ്പബിലിറ്റിയും ആണ്. ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സിന്റെ കേസിൽ നാച്ചുറൽ എയർ കൂളിങ്ങോ അല്ലെങ്കിൽ നാച്ചുറൽ ഓയിൽ കൂളിങ്ങോ ഒക്കെ സഫീഷ്യന്റ് ആണ്, കാരണം ഹീറ്റ് ജനറേഷൻ റിലേറ്റീവ്ലി കുറവാണ്. ലൊക്കേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. പവർ ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറയുന്നത് ഏതിന്റെ അടുത്തായിരിക്കും? ജനറേഷൻ സ്റ്റേഷൻസിന്റെയോ ട്രാൻസ്മിഷൻ സബ്സ്റ്റേഷൻസിന്റെയോ ഇന്റർ കണക്ടിങ് സബ്സ്റ്റേഷൻസിന്റെയോ അടുത്താണ് ഏതിന്റെ ലൊക്കേഷൻ വരിക? പവർ ട്രാൻസ്ഫോമറിന്റെ ലൊക്കേഷൻ വരിക. ക്ലോസ് ടു ലോഡ് സെന്റേഴ്സ്, അതായത് കസ്റ്റമേഴ്സുമായിട്ട് അല്ലെങ്കിൽ എൻഡ് കൺസ്യൂമേഴ്സിന്റെ അടുത്ത് വരുന്നതാണ് ഇതിന്റെ പൊസിഷൻ, ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിന്റെ പൊസിഷൻ എന്ന് പറയുന്നത്. കണ്ടിന്യൂസ്ലി ആണ് വർക്ക് ചെയ്യുന്നത്. ഓപ്പറേഷൻ മോഡ് എന്ന് പറയുന്നത് പവർ ട്രാൻസ്ഫോമേഴ്സിന്റെ കേസിൽ. ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സ് നമ്മുടെ ഡിമാൻഡിനനുസരിച്ച് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ലോഡ് ഫ്ലക്ച്വേഷൻസിനനുസരിച്ച് ഇന്റർമീഡിയറ്റ്ലി ആണ് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സ് ഓപ്പറേറ്റ് ചെയ്യുക. കോസ്റ്റ് നോക്കുകയാണെങ്കിലും ഹയർ റേറ്റിംഗും ഹെവിയറും എല്ലാം എന്താണ്? പവർ ട്രാൻസ്ഫോമേഴ്സ് ആണ്. അപ്പൊ ദാറ്റ് വിൽ ബി മോർ എക്സ്പെൻസീവ്. അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സ് കമ്പയർ ടു പവർ ട്രാൻസ്ഫോമേഴ്സ് ലെസ് എക്സ്പെൻസീവ് ആയിരിക്കും, സ്മോളർ ആയിരിക്കും, സിംപ്ലറും ആയിരിക്കും. ഏറ്റവും ലാസ്റ്റ് ഫീച്ചർ നോക്കുകയാണെങ്കിൽ പവർ ട്രാൻസ്ഫോമേഴ്സ് എപ്പോഴും ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് റെസ്ട്രിക്റ്റഡ് സെക്യൂർഡ് സോൺസിലായിരിക്കും, ലൈക്ക് സബ്സ്റ്റേഷൻസ്, പവർ പ്ലാന്റ്സ്, പബ്ലിക്കിന് ആക്സസിബിൾ ആയിട്ടുള്ള പോയിന്റിലായിരിക്കില്ല. അതേസമയം ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സ് പറയുന്നത് ഓഫൻ ആക്സസിബിൾ ആയിരിക്കും, പോൾസിലോ അല്ലെങ്കിൽ സ്മോൾ സെക്യൂർഡ് ഏരിയാസിലോ ഒക്കെ, നിയർ സ്ട്രീറ്റ്സ് ആൻഡ് ബിൽഡിങ്സ് ഒക്കെ ആയിരിക്കും പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. നമുക്ക് 3 ഫേസ് ട്രാൻസ്ഫോമറിന്റെ കേസിൽ ഇപ്പൊ പഠിച്ച ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പവർ ട്രാൻസ്ഫോമേഴ്സ് ആർ ഡിസൈൻഡ് ടു ഹാവ് മാക്സിമം എഫിഷ്യൻസി നിയറർ ടു ഡാഷ് ഓഫ് ഫുൾ ലോഡ്. പവർ ട്രാൻസ്ഫോമേഴ്സിന് ഡിസൈൻ ചെയ്തിട്ടുള്ളത് മാക്സിമം എഫിഷ്യൻസി നിയർ 100% അല്ലെങ്കിൽ ഫുൾ ലോഡ് വരുന്ന തരത്തിലും, ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ ആണെങ്കിൽ 50 to 70% ഓഫ് ലോഡ് വരുന്ന തരത്തിലുമാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ പവർ ട്രാൻസ്ഫോമേഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്, അതുകൊണ്ട് ഇവിടുത്തെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ ഡി, 100%. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മോസ്റ്റ് എക്കണോമിക്കലി യൂസ്ഡ് ട്രാൻസ്ഫോമർ കണക്ഷൻ ഫോർ സ്മോൾ കറണ്ട് ആൻഡ് ഹൈ വോൾട്ടേജ്. സ്മോൾ കറണ്ടും ഹൈ വോൾട്ടേജും വരുന്നത് എവിടെയാണ്? ഇത് ഏതിന്റെ കേസിലാണ് വരുന്നത്? സ്റ്റാർ കണക്ഷൻ. സ്റ്റാർ കണക്ഷൻ ആയിരിക്കും എന്ത്? മോസ്റ്റ് എക്കണോമിക്കലി യൂസ്ഡ് ട്രാൻസ്ഫോമർ കണക്ഷൻ ഫോർ സ്മോൾ കറണ്ട് ആൻഡ് ഹൈ വോൾട്ടേജ് ആപ്ലിക്കേഷൻസ്. അത് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോഴേ പറഞ്ഞിട്ടുള്ള പോയിന്റ് ആണ്. ഓക്കെ, ഇവിടുത്തെ ഓപ്ഷൻ എ, സ്റ്റാർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ പവർ ട്രാൻസ്ഫോമർ primary winding is always wound with many turn of thin wire. Secondary winding is always wound with a lesser number of turns of thin wire. Low voltage winding is always wound with less number of turns of thick wire. High voltage winding is always wound with large number of turns of thicker wire. എന്നുള്ള ഈ 4 ഓപ്ഷനാണ് നമുക്ക് തന്നിട്ടുള്ളത്. പവർ ട്രാൻസ്ഫോമറിന്റെ കേസിൽ വരുന്നത് ലോ വോൾട്ടേജ് വൈൻഡിങ് ഈസ് ഓൾവേസ് വൗണ്ട് വിത്ത് ലെസ്സർ നമ്പർ ഓഫ് ടേൺസ് ആൻഡ് വിത്ത് തിക്ക് വയർ. അത് പഠിച്ചു വെക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ 11 kV ബാർ 110 kV സ്റ്റാർ ഡെൽറ്റ ട്രാൻസ്ഫോമർ ഫേസ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഫേസ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ എന്ന് പറയുന്നത് ഫേസ് വോൾട്ടേജ് ഓഫ് സെക്കൻഡറിയും ഫേസ് വോൾട്ടേജ് ഓഫ് പ്രൈമറിയും തമ്മിലുള്ള റേഷ്യോ എടുക്കുന്നതാണ്. ഇവിടുത്തെ കേസിൽ സെക്കൻഡറി ഭാഗത്ത് എന്ന് പറയുന്നത് ഡെൽറ്റ കണക്ഷൻ ആണ്. ഡെൽറ്റ കണക്ഷൻ നമുക്കറിയാം വി ഫേസ് ഇസ് ഈക്വൽ ടു വി എൽ ആണ്. അപ്പൊ ഇവിടുത്തെ എന്താണോ 110 kV ആണ് വോൾട്ടേജ് തന്നിട്ടുള്ള വെച്ച് കഴിഞ്ഞാൽ അത് തന്നെയാണ് ഇവിടെ വരിക. അതേസമയം വി ഫേസ് ഇൻ കേസ് ഓഫ് സ്റ്റാർ എന്ന് പറയുന്നത് VL/√3 ആണ്.
VL എന്ന് പറയുന്നതാണ് 11 kV തന്നിട്ടുള്ളത്. 11 kV ഡിവൈഡഡ് ബൈ √3 എന്ന് വരും. അതായത് 110 into √3 divided by 11, which means 10√3. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ എന്ത് വരും? ഓപ്ഷൻ സി 10√3. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. A 4000 volt 400 volt delta star transformer has 10 ampere third harmonic current in all 3 secondary phases. What is the magnitude of the third harmonic line current on the primary side? ഇവിടെ ചോദിച്ചിട്ടുള്ള ചോദ്യം എന്താണ്? പ്രൈമറി സൈഡിലെ തേർഡ് ഹാർമോണിക് ലൈൻ കറന്റിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് ചോദിച്ചിട്ടുള്ളത്. തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ നമുക്ക് അറിയാം ഡെൽറ്റയാണ് പ്രൈമറി സൈഡ് എന്ന് പറയുന്നത്. ഡെൽറ്റയിൽ തേർഡ് ഹാർമോണിക് ലൈൻ കറന്റ്സ് അപ്പിയർ ചെയ്യുന്നില്ല, കാരണം അതൊരു ക്ലോസ്ഡ് ലൂപ്പാണ്. ന്യൂട്രൽ പോയിന്റ്സ് ഒന്നും തന്നെ വരുന്നില്ല. തേർഡ് ഹാർമോണിക്സ് വരുന്നത് എന്ന് പറയുന്നത് സ്റ്റാർ കണക്റ്റഡിന്റെ സൈഡിലാണ്, ന്യൂട്രൽ പോയിന്റിൽ കൂടെയാണ് തേർഡ് ഹാർമോണിക്സ് പാസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടുത്തെ ഓപ്ഷൻ എന്ത് വരും? പ്രൈമറി സൈഡിലത്തെ കേസിൽ തേർഡ് ഹാർമോണിക് ലൈൻ കറണ്ട് എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. ഓപ്ഷൻ എ. അപ്പൊ ഇത്രയാണ് നമുക്ക് 3 ഫേസ് ട്രാൻസ്ഫോമറിന്റെ കേസിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കിൽ നിന്ന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. സൈനിങ് ഓഫ് യുവർ സ്റ്റഡി പാർട്ട്ണർ ക്ലിക്ക്. ഫോക്കസ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ്.